അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതിന്തെന്തേ എൻ്റെ ഇതളനക്കം. പുതുമിനുക്കം ചെറുമയക്കം. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഓ കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ തണലും വെയിലും പുണരും തൊടിയിൽ മിഴികൾ പായുന്നു കൊതിയിൽ. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പോ വിങ്ങലല്ലേ കാലമിന്നും മൗനമല്ലേ മൗനം തീരില്ലേ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. പുഴയും മഴയും തഴുകും സിരയിൽ പുളകം പതിവാ നിറയെ മനസ്സിൻ നടയിൽ വിരിയാൻ ഇനിയും മറന്നു നീ നീല മലരേ. നാണം പൂത്തു പൂത്തു കൊഴിയേ ഈണം കേട്ടു കേട്ടു കഴിയേ രാവു യാത്ര പോയി തനിയേ അകലേ. രാക്കടമ്പിൻ ഗന്ധമോടെ രാക്കിനാവിൻ ചന്തമോടെ വീണ്ടും ചേരില്ലേ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. നമസ്കാരം. കുറേ കാലമായി നിങ്ങളെ പ്രോഗ്രാമായിട്ട് വന്നിട്ട്. അപ്പം ഞാൻ ഓണമൊക്കെ അല്ലേ ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ചാനലായിട്ടുള്ള ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഉപ്പും മുളകും 3 എന്നുള്ള ഒരു സീരിയലിൽ അഭിനയിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഉപ്പും മുളകും 3ലെ 68ാമത്തെ എപ്പിസോഡിൽ ഞാൻ പോലീസുകാരനായിട്ട് വരുന്നുണ്ട്. നല്ല ഡയലോഗൊക്കെ ഉള്ള, അതായത് അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഡയലോഗുണ്ട്. അപ്പോൾ അത് വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ
അത് അത് കിട്ടിയ മഹാഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇതിപ്പോൾ എറണാകുളത്തെ ഷൂട്ടിങ്, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ എത്തണം പറഞ്ഞു. ഞാനത് എന്ന് വെച്ചാൽ ഇവിടുന്ന് രാവിലെ 4 മണിക്ക് വണ്ടിയിൽ പോയി, ടൂ വീലറിൽ പോയി അവിടെ സാറ് പറഞ്ഞതിൻ്റെ ടൈമിൻ്റെ 1 മണിക്കൂർ മുമ്പ് എത്തി. ഷൂട്ടിംഗ് നന്നായി കഴിഞ്ഞു. അവിടെ ഡയറക്ടർ സാറിന് ഇഷ്ടപ്പെട്ടു. അതുമാതിരി തന്നെ അവിടെ സ്ക്രിപ്റ്റ് റൈറ്റർ സാറിന് ഇഷ്ടപ്പെട്ടു. അതുമാതിരി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അത് മിനിഞ്ഞാന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീ ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം യൂട്യൂബിലിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാമല്ലോ. അതായത് ഉപ്പുമുളക് 3 68ാം എപ്പിസോഡ് നോക്കി കഴിഞ്ഞു വെച്ചാൽ എന്നെ കാണാം, പോലീസ് വേഷത്തിൽ കാണാം, ഡയലോഗ് പറയുന്ന അതൊക്കെ നിങ്ങൾക്ക് കാണാം. അത് എൻ്റെ സൗണ്ട് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ഡബ്ബിങ് വേറെ ആൾ അങ്ങനെയൊന്നും വിട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സൗണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും കുറേ ആൾക്കാർ കണ്ടിട്ട് പറഞ്ഞു ഇത് വലിയ സന്തോഷമായി. കാരണം പല ആൾക്കാർ നമ്മുടെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു വളരെ നന്നായി ചെയ്തിട്ടുണ്ട്, വളരെ നന്നായി ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. പിന്നെ ചില ആൾക്കാർ എപ്പോഴും എനിക്ക് കുറച്ച് അസൂയക്കാരും ഉണ്ട്. അത് നമ്മളതങ്ങനെ വിട്ടിരിക്കണം. കാരണം വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പട്ടിയുടെ വാല് 12 കാലും കുഴലിട്ടാലും അത് കുഴലെടുത്ത് കഴിഞ്ഞാൽ വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. അതുമാതിരിയാണ്. അപ്പോൾ നമ്മളത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നിങ്ങളെ അറിയിക്കണം പ്രേക്ഷകരെ, ഞാൻ തന്നെയാണ് പോലീസ് വേഷം ചെയ്തത്. കാരണം ഇപ്പോൾ നമ്മുടെ കുറച്ച് അസൂയുള്ള ആൾക്കാർ, ചെറിയ ചെറിയ പിള്ളേരാണ് തോന്നുന്നു, അവർ ഞാനല്ല, അത് വേറൊരു സീരിയലിലെ ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് നല്ല ശിക്ഷ കൊടുക്കും. അവർക്ക് അവരുടെ കുടുംബത്തിനും ദൈവം ശിക്ഷ കൊടുക്കും. കാരണം നമ്മളെയൊക്കെ ഈ വേദനിപ്പിച്ചവർക്കൊക്കെ ശിക്ഷ ദൈവം ഓരോരുത്തരൊക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ദൈവം ശിക്ഷ തീർച്ചയായിട്ടും കൊടുക്കും. അവർക്കും കൊടുക്കും, പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് കൊടുക്കും, അവരുടെ കുടുംബത്തിനും കൊടുക്കും, ശിക്ഷ കൊടുത്തിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ നാട്ടുകാർ, നമ്മളിപ്പോൾ നല്ലൊരു ഇത്രയും വലിയ ഫ്ലവേഴ്സ് ചാനലുമാരുള്ള ഒരു ചാനലിൽ നമുക്കൊരു സീരിയലിൽ അഭിനയിക്കാൻ കഴിയുക, അത് ഇത്രയും ആൾക്കാർ കാണുക എന്നൊക്കെ പറയാം. ഉപ്പുമുളകും 3 ഒരു ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു സീരിയൽ അഭിനയിക്കാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ പേര് പ്രമോദ് മേനോൻ, അതുമാതിരി പ്രമോദ് ചിറ്റൂർ, പ്രമോദ് ഒക്കെ ഞാൻ തന്നെ എന്ന് പറയാറുണ്ട്. അതുമാതിരി പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ചിറ്റൂരിനടുത്തുള്ള വിളയോടിക്കടുത്തുള്ള താമരക്കുളത്തിനടുത്തുള്ള ആരാട്ടത്തറയിൽ വത്സലമ്മയുടെ മകനാണെന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രോപ്പറായി പറയുന്നത് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിചാരിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഞാൻ തന്നെ ആണ് അഭിനയിച്ചത്, നന്നായിട്ടെന്ന് എല്ലാവരും പറഞ്ഞു, വലിയ സന്തോഷം. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ അസൂയക്കാർ എല്ലാവരും തന്നെ, ഇപ്പം ഞാൻ സിനിമ അഭിനയിച്ചാലും ഞാനല്ല പറഞ്ഞു വരുത്തും. പിന്നെ എന്ത് നമുക്ക് നല്ലത് വന്ന യശസ്, അതായത് കീർത്തി, എന്തെങ്കിലും നല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ അത് അസൂയ കൊണ്ടാണ് സംഭവം. അവർ ഞാനല്ല എന്ന് പറഞ്ഞു വരുത്തും. അതിന് ദൈവം ശിക്ഷ കൊടുത്തോളൂ. അപ്പോൾ എന്നാൽ പിന്നെ അവന്മാർ നേരിട്ട് വന്ന് പറയില്ലേ. എൻ്റെ അടുത്ത് ഇപ്പോൾ നിങ്ങളെ ഉപ്പുമുളക് 3 68ാമത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാം അഭിനയിച്ചത് നേരിട്ട് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ചെപ്പി അടിച്ച് പൊളിക്കും, അവൻ്റെ എന്താ പറയുക ചെകിടത്ത് അടിച്ച് അവൻ്റെ പല്ലടിച്ച് കൊഴിക്കും, ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടു, പ്രേക്ഷകർ മനസ്സിലാണ്, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ പോയത്. കാരണം ഒരു സീരിയൽ നമുക്ക് ചാൻസ് കിട്ടുക പറഞ്ഞു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം എത്ര ലക്ഷങ്ങളാണ് നമ്മളെ കാണുക, അത്ര ലക്ഷങ്ങളാണ് ഇപ്പോൾ എൻ്റെ കണ്ടു. ഇപ്പോൾ ഗൾഫിൽ നിന്നാണെങ്കിൽ ശരി, മറ്റുള്ളവരാണ് ഇവിടെ ഏതൊക്കെ രാജ്യത്ത് നമ്മളെ കാണുന്നു, ഈ ഫ്ലവേഴ്സ് ചാനലുള്ള അവിടെയൊക്കെ നമ്മളെ കാണില്ലേ. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടു പോയി. കാരണം രാവിലെ ഇവിടെ നിന്ന് 4 മണിക്ക് പോയി, പിന്നെ അവിടെ പറഞ്ഞ ഷൂട്ടിംഗ് ടൈമിന് മുമ്പിലെത്തി, അതും 2 വീലറിൽ പോയി വന്നു. എറണാകുളത്ത്, ഇവിടുന്ന് പാലക്കാട് നിന്ന് എറണാകുളത്ത് പോയി ഒരു പറഞ്ഞാൽ ചെറിയ കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നന്നായി കഴിഞ്ഞു, ടെലികാസ്റ്റിംഗ് നന്നായി കഴിഞ്ഞു. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഞാനല്ല എന്ന് പലതും പറയും ആ സീരിയൽ കണ്ടാലേ. ഇവിടെ ഈ പറഞ്ഞ് പരത്തി കഴിഞ്ഞു ആൾക്കാർ, അതായത് ഞാനല്ല വേറെ ഒരു സീരിയലാണ്. പക്ഷേ അത് വേറൊന്നുമല്ല, പല ആൾക്കാർക്ക് നമ്മളോട് അസൂയ കുശുമ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അസൂയുള്ള ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ, അയ്യോ ഇവനെ ഇത്രയും ലക്ഷങ്ങൾ ആൾക്കാർ കാണുന്നു, ഇവനെ കാണുന്നു, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സങ്കടവും അതുമാതിരി അസൂയൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ തന്നെയാണ് ആ പോലീസ് വേഷം ചെയ്തത്, വേറെ ആരുമല്ല. പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ എന്തുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ഫ്ലവേഴ്സ് ചാനലിൽ ഇത്രയും ഉപ്പുമുളകും പറഞ്ഞുള്ള 3 എന്നുള്ള ഈ പ്രോഗ്രാമിൽ കിട്ടിയ പറഞ്ഞാൽ എത്ര കോടികൾ കണക്കിന് ആൾക്കാരെ കാണുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ വിളയോടിയിലെ താമരക്കുളത്ത് ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ജനിച്ചു വളർന്നിട്ട് അവിടുത്തെ ഒരു കുട്ടി പോയിട്ട് ഫ്ലവേഴ്സ് ചാനലിൽ ഇത്രയും വലിയ ചാനലിൽ ഒരു ഉപ്പുമുളക് പറഞ്ഞ 3 എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണ്. പക്ഷേ അതിൽ അഭിമാനമുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അസൂയുള്ള ആൾക്കാരുണ്ട്. ഈ അസൂയുള്ള ആൾക്കാരാണ് എനിക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു വരുത്തുന്നതിന് അവർക്ക് ദൈവം ശിക്ഷ കൊടുക്കും, അവർക്ക് അവരുടെ കുടുംബത്തിന് ശിക്ഷ കൊടുത്തിരിക്കും. കാരണം ഞാൻ എൻ്റെ പിറന്നാളൊക്കെ വരുന്നത് വിനായക ചതുർത്ഥിക്ക് അന്നാണ്. അപ്പോൾ എൻ്റെ ജാതകപ്രകാരം വിനായക ഭഗവാന്റെ നല്ല അനുഗ്രഹമുണ്ട്. അതുമാതിരി എല്ലാ
ദൈവങ്ങളുടെ ദേവിമാരുടെയും അതുമാതിരി ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ഒക്കെ നല്ല അനുഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കരമായിട്ട്, ഈ പറയുന്നവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് അവരുടെ കുടുംബം നശിക്കുക, അവർ നശിച്ചു പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ജാതകപ്രകാരം പറയുന്നത്. അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പട്ടിയുടെ വാല് പന്തിരണ്ട് കാലം കുഴൻ്റെ ഉള്ളിൽ കിടന്നാലും അത് കുഴലെടുത്ത് കഴിഞ്ഞാൽ വളഞ്ഞേ ഇരിക്കുക പറയില്ല. അതുമാതിരിയാണ് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഈ അസൂയക്കാർക്ക് മനസ്സിലാവില്ല. അവർ അനുഭവിക്കുമ്പോഴേ അത് കാര്യം അറിയുള്ളൂ. അപ്പോൾ കാരണം എന്നോട് കളിച്ചു വെച്ചാൽ അത് ദൈവം കൊടുക്കുക, നമ്മൾ കൊടുക്കണമെന്നില്ല, ദൈവം തന്നെ കൊടുക്കും. കാരണം എൻ്റെ ജാതകപ്രകാരം അങ്ങനെയാണ്. എത്രയോ പ്രാവശ്യം അത് പറഞ്ഞു. പക്ഷേ എങ്കിലും അവർ വീണ്ടും വീണ്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് ദൈവം ശിക്ഷ കൊടുത്തിരിക്കും. അപ്പോൾ ഞാൻ ശിക്ഷ കൊടുത്തിരിക്കട്ടെ, കൊടുക്കും എന്നുള്ള ഉറപ്പാണ്. അവർക്കും അവരുടെ കുടുംബത്തിനും ശിക്ഷ കൊടുക്കും എന്നുള്ള ഉറപ്പാണ്. പലതായിട്ട് അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറയണവർക്ക് ദൈവം ശിക്ഷ കൊടുത്തിരിക്കും. അത് കൊടുക്കട്ടെ. ഇപ്പം ഞാൻ വന്നത് പ്രേക്ഷകരെ നിങ്ങൾക്ക്, അപ്പോൾ ഉപ്പുമുളകിൽ ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുറേ ആർട്ടിസ്റ്റിനൊപ്പം, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഡയറക്ടറൊപ്പം ഒക്കെ ഫോട്ടോ എടുത്തത് അത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് ലച്ചുവായിട്ട് ചെയ്യുന്ന കുട്ടിയാണ് ക്യാരക്ടർ, അത് ജൂഹി. ഇനി ഇതിൽ അതുമാതിരി ഈ ഫോട്ടോയിൽ ശങ്കരൻ മുത്തശ്ശൻ, അതുമാതിരി സുരേന്ദ്രൻ പറഞ്ഞ് ചെയ്യുന്നവർ അവരുടെ കൂടെ ഉള്ളത്. അതുമാതിരി ഇത് നിശ്ചയിച്ച് ഞാൻ ക്യാരക്ടർ, പോലീസ് ക്യാരക്ടർ അവരോടൊപ്പം ഉള്ളത് നിശ്ചയിച്ച് ഞാനുമായിട്ടുള്ള ഇതിൽ നീലു എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അതുമാതിരി ഇത് ഞങ്ങൾ 3 പേര്, ഒന്ന് SI, പിന്നെ പോലീസ്, ഒരു മഫ്റ്റി പോലീസുകാരനൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ഇതാണിത്. അതുമാതിരി ഇത് നമ്മുടെ അൽസാവിത്ത്, അതുമാതിരി അതിൽ നമ്മൾ കേശു എന്നുള്ള ക്യാരക്ടർ ചെയ്യണ കുട്ടി. ഇനി ഇത് ബിജുവേട്ടൻ, അതായത് ബാലു പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആള്. അതുമാതിരി പിന്നെ ഞങ്ങൾ പണ്ട് പ്രാവശ്യം എടുത്ത ഫോട്ടോ ആണ് ഇത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെല്ലാവരും ഉണ്ട്, ശിവാനിയൊക്കെ ഉണ്ട്, അതുമാതിരി ഫാറു കുട്ടിയുണ്ട്, മറ്റെല്ലാവരും ഉണ്ട്, ചേച്ചിയുണ്ട്, നിശ്ചയിച്ചിയുണ്ട്, അതുമാതിരി ഞാൻ, അതുമാതിരി അൽസവിത്ത്, അതായത് കേശു ആയിട്ട് അഭിനയ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരുന്നു. പിന്നെ ഇത് പലരും കൂടി ഞാനിവിടെ അന്ന് എടുത്താണ്. അതായത് ബിജുവിനോടൊപ്പം ബാലു എന്ന ക്യാരക്ടർ ചെയ്യുന്നവൻ്റെ അത്. ഇത് കണ്ണേട്ടൻ പറയും, ബാസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ആൾ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ശ്രീകുമാർ ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആൾ. ഇതറിയാലോ, ഇത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, നല്ല അയച്ചിട്ടുള്ള കുട്ടികളാണ്. അതായത് ഗൗരി. പിന്നെ ഇത് ഞങ്ങളുടെയൊക്കെ പ്രിയ ഡയറക്ടർ സാറ്, അഫ്സൽ സാറ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വലിയ സന്തോഷമായി. എന്തായാലും എനിക്ക് ആ ഫ്ലവേഴ്സ് ചാനൽ ഉപ്പുമുളക് 3 68ാമത്തെ എപ്പിസോഡ് പോലീസ് അയച്ചു ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ചിന്തിക്കുക, നല്ല ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ വരുള്ളൂ. മറ്റൊരാളെ നമ്മൾ ഇല്ലാത്ത പറയാതിരിക്കുക. അതായത് നമ്മൾ ഒരാളെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങൾക്കായി അപ്രിഷ്യേറ്റ് ചെയ്യാൻ മനസ്സില്ലെങ്കിലും ഇല്ലാത്ത നമ്മൾ പറയാതിരിക്കുക. ഇല്ലാത്ത നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനടക്കം നാശം സംഭവിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പ്രത്യേകിച്ച് എന്നെ ആരും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അനുഭവിക്കുമ്പോഴേ കാര്യങ്ങൾ അറിയുള്ളൂ. പിന്നെ അതുപോട്ടെ. അപ്പോൾ എന്തായാലും ഓണായിട്ട് നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റി, വലിയൊരു ഭാഗ്യം. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ.